പക്ഷെ അജുവിന് കൂടുതൽ അടുപ്പം എങ്ങനെയാണ് ധ്യാനമായിട്ട് വന്ന്? അത്രയും നല്ല സവിശേഷ സ്വഭാവ ഗുണമുള്ള അവനാണല്ലോ. വളരെ വൈകിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ബെസ്റ്റ് ഫ്രണ്ടിനെ തഴഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത്രയ്ക്ക് വലിയ പുള്ളിയായിരിക്കണം ഈ ഫ്രണ്ട്. അത് വിനീതൻ ഉത്തരം പറയണം. ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇനി അറിയണ്ട. കോളേജിൽ നിങ്ങളുടെ ഫുഡ് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. വിനീതൻ ഉണ്ടായിരുന്നല്ലോ. വിനീത് കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇഷ്ടം അപ്പുറത്തുള്ള ബാർക്ക് കന്ദൻ വൈൻസ്. കേരളം വിട്ടപ്പോഴാണ് തനി സ്വഭാവം പുറത്തെടുത്തത്. ഇവിടെ മാന്യതയുടെ മുഖം മൂടിയിട്ട് പിന്നെ തിരിച്ചെത്തപ്പോൾ ആ മുഖം മൂടിയില്ലായിരുന്നു. കൂട്ടുകാർ നല്ലതായതുകൊണ്ട് എന്ത് ഗുണം. അതെ അതെ അതെ. മലർവാടിക്ക് മുന്നേ എനിക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ ഇതിലോട്ട് എന്താ അഭിനയിക്കാൻ വിളിച്ചത് ശരിക്കും അറിയില്ല. അത് വിളിച്ച് നന്നായി, എനിക്കൊരു ജോലി കിട്ടിയല്ലോ. നിങ്ങൾ പക്ഷെ ബാങ്കിലല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് ജോലി രാജിവെച്ചു. അവിടെയാണ് വിനീത് രക്ഷകനായി എനിക്കൊരു ജോലി വന്നത്. ഒരു മാലാഖയെ പോലെ ആര് വിളിച്ചാലും പോകുന്നുള്ള സ്റ്റാൻഡായിരുന്നു. ആര് പക്ഷെ നിവിൻ വന്നത് ഒരു സിനിമയിലോട്ട് മാത്രമല്ല, നിവിൻ ഒരു ഗ്രൂപ്പിലോട്ട് വരണേ. അല്ല, നിവിൻ്റെ എൻട്രി ഹീറോയിക് എൻട്രിയാണ്. പെരിയാറ ബാക്കിൽ എല്ലാവരും അവിടെ ഇവിടെയൊക്കെയായിട്ട് റിഹേഴ്സൽ ചെയ്യുന്നു. കാര്യം അടുത്ത അവരുടെ ആയിരിക്കും. അവിടെ ഒരു ഗംഭീര പെർഫോമൻസിൻ്റെ ഒച്ച കേൾക്കുന്നു. ആ ക്യാമ്പ് കഴിഞ്ഞ് വിനീതായിട്ട് ഞാൻ സംസാരിച്ചപ്പം വിനീത് പറഞ്ഞു, നമുക്ക് പ്രകാശനെ കിട്ടിയടാന്ന് പറഞ്ഞു. നിവിൻ പോളി പിന്നെ ആ തട്ടൊന്നും പറ്റി എൻ്റെ സാറേ തരംഗമായിരുന്നു. കട്ടിലയിൽ നിങ്ങൾ തിരിയണതും പറയുന്നത് ഫോൺ എടുക്കുന്നതും അതന്ന് പറഞ്ഞു കിടത്തിയതാ. ടോപ്പ് ആംഗിൾ ഷോട്ട് നോക്കുമ്പം ഒളിമ്പിക്സിന് ഓടുന്ന പോലെ കിടന്നുറങ്ങുന്ന അബ്ദു ഡിസൈൻ ഷോട്ട്. അതിന് ബാഗ് DK ബോസിന്റെ BGM സ്ക്രിപ്റ്റുണ്ട്. സെറ്റിൽ പച്ചയ്ക്ക് വിനീതിന്റെ ചീത്ത കേൾക്കും. അവൻ അങ്ങനെയൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ എന്നാ അറിഞ്ഞു. ഇപ്പം മെയിൻ വേഷമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ സൂയിസൈഡ് അല്ലാതെ കോൺഫിഡൻസിന്റെ ഇഷ്യൂ തന്നെ. എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു കമന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, സുഹൃത്തുക്കൾ കാരണം സിനിമയിൽ നിൽക്കുന്ന ഒരാൾ. പക്ഷെ എനിക്കത് അപമാനത്തിന് ഒരു അഭിമാനമാണ് തോന്നിയത്. അതായത് വിനീതിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ ഫ്രണ്ട്. വിനീത് രക്ഷയില്ല. എല്ലാ സിനിമകൾക്കും പറയുന്ന ഫസ്റ്റ് കാര്യം ഇതാണ്, വണ്ണം കുറയ്ക്കണം. അത് ഞാൻ അനുസരിക്കാതിരുന്ന ഒരേ ഒരു സിനിമ വർഷങ്ങൾ ശേഷമുള്ളൂ. ധ്യാൻ വരെ കുറച്ചു. ഈ 2014 സമയത്താണ് താങ്കളുടെ ജീവിതത്തിലേക്ക് അഗസ്റ്റീന കടന്നു വരുന്നത്. ഒളിപ്പിച്ചു വെക്കേണ്ട സമയമൊന്നും എടുത്തില്ല. കോസ്റ്റ്യൂം ഡിസൈനിങ് ഉള്ളതുകൊണ്ട് അങ്ങനെ നിവിനും എനിക്കും വേണ്ടി ഒരു ഫോട്ടോഷൂട്ടാണെന്നാണ് തോന്നുന്നത്. ആ പരിചയം പെട്ടെന്ന് തന്നെ. പിന്നെ ആ കുട്ടിക്ക് ഒന്നും പ്രൊഫഷന് ചെയ്യാൻ പറ്റിയില്ല. 4 പിള്ളേരെ നോക്കാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രൊഫഷനാണ്. 4 കുട്ടികളുള്ള ഞാൻ ഈ അടുത്ത് എൻ്റെ സെറ്റിൽ ഇത്ര ഒരു കുഞ്ഞ് വളരെ പേടിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇത് ആർട്ട് പ്രോപ്പർട്ടി അല്ല, ഇതൊരു അമ്മയുടെ കുഞ്ഞാണ്. ഈ മിന്നൽ മുരളിൽ എൻ്റെ ചുറ്റും എൻ്റെ മോളി മാസ്ക് ഇട്ട് നിൽക്കുമ്പോഴും ഞാൻ മുണ്ടാണ് തെരുവായിട്ട് കണ്ടുപിടിക്കുന്നത്. തെറ്റ് ചെയ്തോ? പക്ഷെ ഡോണ്ട് ലൈ. വഴി കൂടെ പോകണ എല്ലാവരോടും സത്യം പറയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവർ ഡിസർവ് ചെയ്യണ്ടേ. ഞാൻ കള്ളേ പറയാറുള്ളൂ. ഇപ്പം ഇത്ര നേരം പറഞ്ഞത്. There is always a reason to smile. You just need to find it. ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ രേണു. എനിക്കൊപ്പം എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, വെറുതെ കണ്ടിട്ടുണ്ടെങ്കിലും ചിരി തരുന്ന ഒരാളാണ് അജു. വെൽക്കം. അജു, ഈ സൗഹൃദങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ഞാനും അജുവും ഒരേ സ്കൂളിൻ്റെ ക്യാമ്പസിൽ 2 സെക്ഷനിലായിട്ട് നടന്നിട്ടുള്ള കഥയൊന്നും ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല, ഞാൻ പറഞ്ഞും കൊടുത്തില്ല. രാജഗിരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് അന്നേ ഒരു സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആക്സസ് ഇല്ലായിരുന്നല്ലോ അങ്ങോട്ട്. സ്റ്റേറ്റ് ബോയ്സ് സ്കൂളും അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ആരെയും ശ്രദ്ധിക്കുകയോ കാണുമോ, ഞങ്ങളുടെ സൈഡിലോട്ട് നോക്കുകയോ ചെയ്തിട്ടില്ല? നോക്കിയിട്ടില്ല. എന്താ ചെയ്തത്? നിവിൻ അങ്ങനെയല്ല പറഞ്ഞത്. ആണോ? അവൻ സത്യം പറഞ്ഞില്ലേ? പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അതിലേ നടന്ന് ഇപ്പറയുള്ള പല പെൺകുട്ടികളെ നോക്കി നല്ല സ്കൂളാണല്ലോ അതെന്ന് പറഞ്ഞ് വെറുതെ ആണ്. നിങ്ങൾ ആരും നോക്കാറില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ നോക്കാൻ മാത്രം എന്താണ്? സ്റ്റേറ്റ് സ്കൂളിൻ്റെ അടുത്ത് CBSE വരുമോ? ആ സമയത്ത് വ്യക്തമായ ഓർമ്മയില്ല. ടൈമിംഗ് ഒക്കെ വേറെയാ. ഇന്റർവെല്ലിന്റെ ഇന്റർവെല് 2 നിങ്ങളെ പേടിച്ചിട്ടാന്നാ പറഞ്ഞത്. ആണോ? ഓ, നിങ്ങളുടെ അവിടെ പിന്നെ ആണുങ്ങളില്ലായിരുന്നല്ലോ. ഇത്രയും സ്മാർട്ട് പയ്യന്മാര്. ഓർമ്മയുണ്ട്. പുത്രനൊക്കെ നിങ്ങളുടെ എവിടെയാ? അൽഫോൺസ് പുറത്തായിരുന്നു. പക്ഷെ നിങ്ങളെ പോലെയുള്ള സുന്ദരന്മാര് സ്റ്റേറ്റ് സ്കൂളിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ നോക്കിയില്ല ബേസിക്കലി. അതാണ് എന്തിനാന്ന് ഈ പിള്ളേര്. അതെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ആ സമയം തൊട്ട് തുടങ്ങിയത് അജുവിൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് അജുവിനെ ഓരോ തവണ കാണുമ്പോഴും ഉള്ളൊരു ഫീലിംഗ്, ഒരു കോംപ്ലക്സിൻ്റെ ഫീലിംഗ് ആണ്. അജുവിന് അറിയോ? എന്താണ്? മലർവാടി ആർട്സ് ക്ലബ്ബ് 15 കൊല്ലം. ഞാൻ ഓരോ തവണ അജുവിനെ കാണുമ്പോഴും അജുവിൻ്റെ ആ സിനിമ ഞാൻ ഓർക്കുകയാണ്. ഞാൻ എൻ്റെ പ്രായം എണ്ണും. മലർവാടി 15 കൊല്ലം. അജുവിന് പ്രായമാവുന്നതോടെ എനിക്കും പ്രായമാവുന്നു. ഞാൻ ആ ഈ സിനിമ കഴിഞ്ഞ ആഴ്ച കണ്ടു വീണ്ടും. അപ്പോൾ അതിലെ ആ കുട്ടു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. കൂട്ടുകാർ നല്ലതായതുകൊണ്ട് എന്ത് ഗുണമാണ്. അതെ അതെ അതെ, അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്കുണ്ട്. എല്ലാം ഭയങ്കര വെട്ടി തുറന്ന് പറയുന്ന, തല്ലിപ്പൊളിയാണെങ്കിൽ തല്ലിപ്പൊളിയാന്ന് പറയുന്ന സുഹൃത്തുക്കളുണ്ട്. അജു, ഇത് ഏറ്റവും അവസാനമായിട്ട് കണ്ടതെന്ന്? ഇപ്പം ഈ അടുത്ത് കണ്ടുകൊണ്ടേനൊക്കെ വന്ന പോലെ നമ്മൾ പരസ്പരം കളിയാക്കാനൊക്കെ, എന്നെ കളിയാക്കാൻ വേണ്ടി അതിൽ പറഞ്ഞ മോശം അഭിനയത്തിന്റെ സെഗ്മെന്റ്സ് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയൊക്കെ ആയിട്ട് നിങ്ങൾ മലർവാടി കാണുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? പക്ഷെ എനിക്ക് നിവിന് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം മലർവാടിയിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നാച്ചുറലി ഭഗത്തിന് അത് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഹരീൻ ശ്രാവണും ഞാൻ ഇച്ചിരി ഫീൽ ചെയ്യും.
തുറന്ന് സമ്മതിക്കാൻ എനിക്കൊരു മടി. ഞാൻ അമ്മമാരെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അതെ, എപ്പോഴും നല്ല നരകത്തിലോട്ടാണെങ്കിലും ഒരു സുഹൃത്തും കൂടെ ഉണ്ടെങ്കിൽ. മറ്റേ എന്താ പറയുക, ജനങ്ങൾ അത്രയാന്ന് പറഞ്ഞിരുന്നു നിവിനെയും ഭഗത്തിനെ കുറിച്ച് നല്ലതെന്ന്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഈ സിനിമയിലോട്ട് വരുമ്പം ഒരുപാട് കുട്ടികളെ ഓഡിഷൻ ചെയ്തിട്ടാണ് സിനിമയിലോട്ട് ആളുകളെ ചൂസ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. കാലൊടിഞ്ഞ് വന്ന പാർട്ടി ആരായിരുന്നു? നിവിനായിരുന്നു കാലൊടിഞ്ഞിട്ടെന്ന് ഓഡിഷൻ വന്നത്. അപ്പം ഇതെല്ലാത്തിൻ്റെ ഇടയിൽ തിരികെ കയറിപ്പോയതാണ് മിസ്റ്റർ അജു വർഗീസ് എന്നൊരു കിംവദന്തി ഭയങ്കരമായിട്ടുണ്ട്. അതൊരു കിംവദന്തി അല്ല ആണോ? വിനീതിന്റെ സുഹൃത്തായത് അതെനിക്കറിയാം. ശരിക്കും നിങ്ങളെ തിരികെ കയറ്റിയതാണോ? എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ദിവസം ഉച്ചയ്ക്ക് പരിപാടി ചെയ്യുന്ന കാര്യം അറിയാം, പാട്ടൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇൻഫോംഡ് ആണ് ഇങ്ങനെ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയായിരുന്നു, ഇതിലൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ആലോചിക്കുന്നതുണ്ട് നിന്നെയാണ്, നമുക്ക് ഓഡിഷനൊക്കെ ഉണ്ട്, ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കാം, ഇപ്പോൾ വെയിറ്റ് കുറക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പം അന്ന് ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഇത്രയല്ല, എന്നാലും അതിനനുസരിച്ചുള്ള നല്ല വണ്ണമുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരുപാട് കുറയ്ക്കണമായിരുന്നു ഇപ്പോൾ കാണുന്ന കുട്ടൂലോട്ടാവാൻ. അപ്പം അതാ അദ്ദേഹം ഫസ്റ്റ്, അദ്ദേഹം എപ്പോഴും പറയുന്ന, എല്ലാ സിനിമകൾക്കും പറയുന്ന ഫസ്റ്റ് കാര്യം ഇതാ, വണ്ണം കുറയ്ക്കണം. അത് ഞാൻ അനുസരിക്കാതിരുന്ന ഒരേ ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷമുള്ളൂ. ബാക്കി എല്ലാത്തിനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വടക്കൻ സെൽഫി ഇച്ചിരി ശ്രമം പറ്റിയില്ല. മലർവാടിയും തട്ടവും ഹൃദയവും ഞാൻ ആക്ച്വലി, എനിക്ക് എല്ലാ പടത്തിലും ഇത് പറയും, വിനീത് രക്ഷയില്ല, ധ്യാൻ വരെ കുറച്ചു പേടിച്ചിട്ട്. ഫസ്റ്റ് VS എല്ലാവരും കണ്ടാൽ പറയുന്നത് വണ്ണം കുറയ്ക്കണം കേട്ടോ, ഇതാന്ന് തോന്നുന്നു ആദ്യം പറയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കൂടുമല്ലോ. അപ്പം ഫൺ പടമാകുമ്പം നമുക്കൊന്ന് എന്താ പറയുക, ഇങ്ങനെ ജമ്പ് ചെയ്ത് നിൽക്കണമല്ലോ. അപ്പം അത് കൊണ്ടായിരിക്കണം വിനീതുമായിട്ടുള്ളൊരു കൂട്ട്. അപ്പം അങ്ങനെ അജുവിനെ ഫസ്റ്റ് മൂവിയിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ ഞാൻ ചോദിക്കാൻ റീസൺ ഉണ്ട്. നോബിളിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. നോബിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ്റെ മുന്നിൽ നിന്ന് ഞാൻ അഭിനയിച്ച് കാണിച്ചു, ഡാൻസ് ചെയ്ത് കാണിച്ചു. അത് ഞാൻ നോബിളിനോടും പറയാറുണ്ട്. അല്ലേ, ഇതെല്ലാം ചെയ്തു. അതായത് വിനീതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ ഫ്രണ്ട്. അതാണ്, അത് നോബിൾ എടുത്തു പറഞ്ഞു, അവൻ ഫ്രണ്ട്, ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്. മാത്രമല്ല, എനിക്ക് അഭിനയം ജീവിതത്തിൽ പ്ലാൻഡ് അല്ല. നോബിൾ അന്നോട്ട് മോഡലിംഗ്, മുടി വളർത്തൽ, ജോൺ അബ്രാമിൻ്റെ സ്ട്രെയിറ്റനിങ്, സൽമാൻ ഖാൻ്റെ തേരെ നാം ലുക്ക്, മാഗസിനിൽ പടം വരുന്നു, അന്ന് മോഡലിംഗ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയൊക്കെ ചേർന്ന് സെൻറ്റർ പേജൊക്കെ വരാം, ചിത്രഭൂമി അല്ലെങ്കിൽ ഓർമ്മയില്ല കൃത്യം വാരികയുടെ പേര്. അപ്പം അതിലൊക്കെ വന്നു. എനിക്ക് അഭിനയം എന്ന് പറഞ്ഞ പ്ലാനേ ഇല്ല. എന്നിട്ട് ഈ മുമ്പിൽ നിൽക്കുന്ന എന്നെ നീ കണ്ടില്ല പറഞ്ഞു. അല്ല, അത് സത്യമല്ലേ. എന്നിട്ട് തട്ടം ചെയ്തപ്പോൾ കണ്ടില്ല, വടക്കൻ സെൽഫി ചെയ്തപ്പോൾ കണ്ടില്ല, ജേക്കബ് ചെയ്തപ്പോൾ അവൻ പ്രൊഡ്യൂസർ. അപ്പോഴും നോബിൾ പറഞ്ഞു എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഹെലം വേണ്ടി വന്നു. അതിലും എനിക്ക് തോന്നുന്നു VS ഒരു പോയിന്റ് ചോദിച്ചു. നോബിൾ പറഞ്ഞു, നമുക്കിതിൽ ഇന്ന ആളെ വെച്ചാൽ നിനക്ക് എന്താ അഭിപ്രായം? മര്യാദക്ക് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ അഭിനയിക്കണം. അത് ഇത് നടന്നതാണ്. നോബിൾ എന്നോട് പറഞ്ഞിട്ടുള്ള, ഇതിലും പറഞ്ഞിട്ടുള്ള. നോബിൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ ഞാൻ ചോദിച്ചു, എന്നിട്ട് പിന്നീട് ചോദിക്കാതിരുന്നോ? അതായത് ഒരു തവണ പറഞ്ഞു, വിഷമം. അരവിന്ദൻ്റെ അതുകളിൽ ഒരു പാസിങ്ങിൽ നോബിളുണ്ട് കേട്ടോ. എൻ്റെ അജു അത് ഈ സങ്കടങ്ങളെല്ലാം നോബിൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇരക്കുവാണ് ഓരോ തവണ, എൻ്റെ അയച്ചു കൊടുക്കുന്നു, ഫോണിൽ എടുത്ത് കാണിക്കുന്നു, എല്ലാം കൊള്ളാം, പക്ഷെ നീ അഭിനയിക്കണ്ട എന്ന് അവസാനം വരെ പറഞ്ഞു. അവസാനം ഈ മിന്നൽ മുരളിൽ എൻ്റെ ചുറ്റും എൻ്റെ മോളി മാസ്ക് ഇട്ട് നിൽക്കുമ്പോഴും ഞാൻ മുണ്ടാണ് തെരുവായിട്ട് കണ്ടുപിടിക്കുന്നത്. മിന്നൽ മുരളി എന്നുള്ള തെളിവ് എനിക്ക് അറിഞ്ഞു കഴിയുമ്പം ഞാൻ തെളിവ് ഓർക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ മകൾ ഈ മിന്നൽ മുരളിയുടെ മാസ്ക് ഇട്ടാണ് കളിക്കുന്നത്. അത് ഞാൻ കാണുന്നില്ല, അപ്പുറത്തെ മുണ്ടിലാണ് ഞാൻ കാണുന്നത്, അതെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. സെയിം കാര്യമില്ല. ഇപ്പം ഫൈനലി അത് ഹെലൻ കഴിഞ്ഞു. ഇനിയിപ്പം ഇനിയും നോബിൾ ഈസ് ഓൺ ഫയർ. ഇനി എൻ്റെ സംശയം ഇതല്ല, ബെസ്റ്റ് ഫ്രണ്ടിനെ തഴഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത്രയ്ക്ക് വലിയ പുള്ളിയായിരിക്കണം ഈ ഫ്രണ്ട്. അത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമല്ല, എന്തുകൊണ്ടെന്ന്. അത് പുള്ളി തന്നെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യമാണെങ്കിൽ എനിക്ക് പിന്നെയും ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, അത് കണ്ടു.
അത് വിനീതൻ ഉത്തരം പറയാം. എനിക്ക് സംശയം, ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇനി എങ്ങനെ ആ ഉത്തരം അറിയണ്ട. ആ മലർവാടിയിലും പിന്നെ തട്ടത്തിൻ മറയത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ കട്ടിലേക്ക് കിടന്നിട്ടുള്ള ചിഞ്ചു മഞ്ജു, എനിക്കത് ഭയങ്കര, നമുക്കിപ്പോൾ 15 വർഷം മുമ്പുള്ള 13 വർഷം മുമ്പുള്ളാകുമ്പം നമുക്കൊരു ചമ്മൽ, എനിക്കൊരു അല്ല ഞാൻ പറഞ്ഞേ, ഇതുപോലത്തെ സീനുകൾ ചിലപ്പോൾ ഒരുപക്ഷെ വിനീത് നേരിട്ട് കണ്ടിട്ടാവില്ലേ അജുവിനെ അതിലോട്ട് മലർവാടിയിലെ വേഷം, എൻ്റെ ഹോസ്റ്റലിലെ വേഷമൊക്കെ അതായിരുന്നു. ടീഷർട്ട് ഒരു കൈലിയൊക്കെ കൊടുത്തായിരുന്നു നടന്നിരുന്നത്. വേഷം അത് കണ്ടിട്ടുണ്ട് വിനീത്. മറ്റേത് എനിക്ക് ശരിക്കും അറിയില്ല. ബിക്കോസ് തീർച്ചയായിട്ടും ഞാൻ അസിസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടോ ജേക്കബിന്റെ സ്വർഗരാജ്യത്തില് അല്ല, മലർവാടിക്ക് മുന്നേ എനിക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, ചോദിക്കാൻ. പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ടായി കഴിയുമ്പോൾ അത് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് എഴുതണം എന്നുള്ള പുള്ളിക്കറിയായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. പക്ഷെ ഇതിലോട്ട് എന്താ അഭിനയിക്കാൻ വിളിച്ചത് എനിക്ക് ശരിക്കും അറിയില്ല. അത് വിളിച്ചത് നന്നായി. പിന്നെ എത്ര നല്ല ഇത് നമുക്കും കിട്ടി. അത് എനിക്കൊരു ജോലി കിട്ടിയല്ലോ. നിങ്ങൾ പക്ഷെ ബാങ്കിലല്ലായിരുന്നു ഇത് വിളിക്കുന്ന സമയത്ത്? അതെ. അജുവിന് എനിക്കൊരു ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ആളുകളൊക്കെ വരുമ്പോൾ ഇല്ല, ഞാൻ ഹ്യൂമൻ റിസോഴ്സസ്. എടോ എന്നാലും ഇടപെടേണ്ട ആൾക്കാരൊക്കെ നിങ്ങൾ എനിക്ക് ആൾക്കാരായിട്ട് ഇടപെടണം, കാശ് ഇടപാടില്ല. അതില്ല. പക്ഷെ എന്നാൽ ഈ ബാങ്ക് ജോലി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ നിന്നൊരു 9 to 5 പോലെ. 9 to അല്ല, 9 to 10 ഒക്കെ ആയിരിക്കും. 9 to 10. അതെ അതെ. നിങ്ങൾ അങ്ങനെ നിൽക്കണം എന്ന് എനിക്ക് ഊഹിക്കാനേ മേല. അപ്പോൾ ഈ വിനീതിന്റെ വിളി ശരിക്കും ഇതാണോ, സ്വർഗത്തിൽ നിന്ന് വന്നൊരു വിളി? ഓക്കെ, ഞാൻ ജോലി ഇന്ന് ഇല്ല, ഞാൻ ആ സമയത്ത് ജോലി രാജിവെച്ചു. HSBC-യിലായിരുന്നു. റിസഷൻ ആയിരുന്നു 2008. അപ്പം ലണ്ടൻ ബാങ്ക്സ് ഒക്കെ റിസഷനിൽ എഫക്റ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ ജോലി പോയത് രാജിവെച്ചു. അവർ ചോദിച്ചു നിങ്ങൾ മാറുന്നു, എനിക്കും അത് നാച്ചുറലി ആ ജോലി മതിയും തോന്നിയിരുന്നു. സോ ഇറ്റ് വാസ് മ്യൂച്വൽ. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിലായിരുന്നു. രക്ഷപ്പെട്ടല്ലേ? നാട്ടിൽ കള്ളുകൂടിയായിട്ട് നടക്കുക. ഭയങ്കര തിരക്കുള്ളൊരു പ്രൊഫഷനാണല്ലോ. തീർച്ചയായിട്ടും വൈകുന്നേരമൊക്കെ ഞങ്ങൾക്ക് വളരെ ബിസിയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ ആണോ നിങ്ങൾ വിനീതിനെയും നിവിനെയൊക്കെ കൂടി കൂട്ടിമുട്ടിച്ച് അതിന്റെ പാലം? നിവിൻ ഓഡിഷൻ വന്ന പത്രത്തിൽ എന്തോ, സോഷ്യൽ മീഡിയ അങ്ങനെ ഇങ്ങനെ ഇല്ലല്ലോ. ഇല്ല, പത്രത്തിൽ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിവിൻ ഗ്രാൻഡ് പിക്ചേഴ്സിന്റെ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു, ദിലീപേന്റെ ബാനറിന്റെ. അങ്ങനെയാണെന്ന് തോന്നുന്നു. ബാക്കി എനിക്ക് നിവിന്റെ എക്സാക്ട് അറിയില്ല. സിനിമയിൽ അൽഫോൺസ് എന്തോ പറഞ്ഞു നിവിനോട്, ഇങ്ങനെ വിനീത് ശ്രീനിവാസൻ സിനിമ ചെയ്യുന്നു, നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അതാണ് എൻ്റെ ഒരു മോശമില്ലാത്ത ഓർമ്മ. ഇത് സിനിമയിലോട്ടുള്ള വരവാ. പക്ഷെ നിവിൻ വന്നത് ഒരു സിനിമയിലോട്ട് മാത്രമല്ല, നിവിൻ ഒരു ഗ്രൂപ്പിലോട്ടാണ് വരണേ. അതായത് നിങ്ങൾ, നിവിൻ, വിനീതൊക്കെ പിന്നെ ഒരു ഫുൾ സെറ്റായി അവിടെ നിന്നൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് വന്നു. സാധാരണ നമ്മൾ ഈ കോളേജിൽ നിന്നെല്ലാം വന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പായ പുതിയ ആൾക്കാരെ കയറ്റലൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് വരും. നിവിനെ നിങ്ങൾ അങ്ങോട്ട് ദത്തെടുക്കുമായിരുന്നു അതോ നിവിൻ സ്വയം? കാരണം നിവിൻ്റെ എൻട്രി ഹീറോയിക് എൻട്രിയാണ്. YMCA ഹോസ്റ്റൽ ആണോ അത്, ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ യൂത്ത് മെൻസ് ഹോസ്റ്റലാണോ, ഹോസ്റ്റലായിരിക്കണം. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. അവിടെയായിരുന്നു ക്യാമ്പിൽ 25 പേരുണ്ട് ഈ ഓഡിഷൻ സെലക്ട് ആയി. ഓഡിഷൻ എനിക്ക് തോന്നുന്നു അന്ന് ക്ലോസ് ടു ലെസ് ദാൻ ഫ്യൂ തൗസൻഡ്സ് എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 25 പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ 25 പേർക്ക് ഈ ക്യാമ്പിൽ 3 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലാണ് ഒരു ദിവസം ഒന്ന് ഞാൻ സ്കൂൾ കഴിഞ്ഞ് കണ്ടിട്ട് കുറേ കാലമായി. കണ്ടിട്ടില്ലല്ലോ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. നല്ല താടിയൊക്കെ ഉണ്ട് നിവിന് വരുന്ന സമയത്ത്. ഉണ്ട്. കാല് വയ്യ കറക്റ്റാണ്. അപ്പം ഓരോ ക്യാമ്പിലെ ഈ 25 പേരെ 5 പേരായിട്ട് തിരിച്ചു. 5 ഗ്രൂപ്പാക്കി, 5 മെമ്പേഴ്സുള്ള. ഇവർക്ക് ഒരു ദിവസം 1-2 സ്കിറ്റുകൾ അല്ലെങ്കിൽ സീനുകൾ, അല്ലെങ്കിൽ സിനിമയിലെ ഗ്രൂപ്പ് സീനുണ്ടല്ലോ, ഇപ്പം മാന്നാർ മത്തായി സ്പീക്കിങ്ങിലേക്ക് പോലത്തെ, അത് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യണം എല്ലാവരുടെയും മുന്നിൽ. വിനീതിൻ്റെയൊക്കെ മുന്നിൽ. പ്രൊഡക്ഷൻ എനിക്കൊന്നു അങ്ങനെ എനിക്ക് പേരുകൾ പെട്ടെന്ന് കിട്ടുന്നില്ല, അവരൊക്കെ വളരെ പുതിയ ആൾക്കാരാണല്ലോ. അപ്പം ഞങ്ങൾ നന്ദനുണ്ട്, സിജു ഉണ്ട്, മനു ഉണ്ട്. ടൂർണമെൻറ്റ് നമ്മുടെ ഇപ്പോൾ ഈ 1000 ബേബീസിലെ ക്യാരക്ടർ ചെയ്ത മനു ഉണ്ട്, ഗോപനുണ്ട്, ശബരീഷില്ല, ഭഗത്തില്ല. ഭഗത്താണ് ആക്ച്വലി ഫസ്റ്റ് കാസ്റ്റഡ് ആയത്. ആ ഓഡിഷൻ കഴിയുമ്പോഴേ വിനീത് ഭഗത്തിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാസ്റ്റിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് കാസ്റ്റിംഗ് ഭഗത്താണെന്നാണ് എൻ്റെ അറിവ്. അതെ. അതുകൊണ്ടാണ് അയാൾക്ക് അന്ന് MBA എന്തോ ഫിനിഷ് ചെയ്യാൻ ലണ്ടനിൽ പോകണമായിരുന്നു. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ എന്തോ തിരിച്ചു പോകണമായിരുന്നു.
അയാൾ അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അയാൾക്ക് ക്യാമ്പൊന്നുമില്ല, ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. അത്രയും കോൺഫിഡൻസ് ആണ് വിനീതിനുണ്ടായിരുന്നു. ബാക്കി ഹരി, ശ്രാവൺ, ഇപ്പം പേരുകൾ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല. എല്ലാവരുടെയും മുഖങ്ങൾ നമുക്ക് അതേപോലെ ഓർമ്മയുണ്ട്. ആ ഫോട്ടോസൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ, ഫോട്ടോസെല്ലാം ഓർമ്മകൾ അത്രയും സ്ട്രോങ് ആണ്, പേരുകളായിട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. അത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം തിരിഞ്ഞൊരു സെഷനിൽ ഒരു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ്, അവിടെ നല്ല ആംബിയൻസാണ്. പെരിയാറാണ് ബാക്കിൽ, യൂത്ത് ഹോസ്റ്റലിൻ്റെ ബാക്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ കണ്ടിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ അത്. ഒരു വലിയ 3-4 മരങ്ങളും, ആ മരങ്ങൾക്ക് ചുറ്റും തറകളുണ്ട്, കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് പലരും അവിടേക്കാണ് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെയായിട്ട് റിഹേഴ്സൽ ചെയ്യുന്നു. കാര്യം അടുത്ത അവരുടെ ആയിരിക്കും. ചെയ്യുമ്പം അവിടെ ഒരു ഗംഭീര പെർഫോമൻസിൻ്റെ ഒച്ച കേൾക്കുന്നു. ഒരു ശബ്ദം കൂട്ടിയുള്ള ഡയലോഗ് റെൻഡറിങ്ങിൻ്റെയും നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നി. എല്ലാവരും പതുക്കെ, ഞാനങ്ങനെ അടുത്തോട്ട് നിന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ കലക്കനൊരു പെർഫോമൻസ്. തലപ്പാവ് എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജ് രാജുചേട്ടൻ ചെയ്ത വർഗീസിൻ്റെ ക്യാരക്ടറിൻ്റെ ആ പെർഫോമൻസ് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഭയങ്കര ബാബു ജനാർദ്ദൻ ചേട്ടൻ്റെ റൈറ്റിംഗ് ഡയലോഗ്സ് കട്ട് ചെയ്യാം, നല്ല സ്ട്രോങ് ഡയലോഗ്സ് ആണത്. ഇയാൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് നിവിൻ പോളിയാന്ന് മനസ്സിലായിട്ടില്ല. 10 years ആയല്ലോ അല്ലേ. പിന്നെ താടി വെച്ചൊരാ മനസ്സിലങ്ങനെ കിട്ടുന്നില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. കുറച്ച് ഇങ്ങനെ കലക്കം പെർഫോമൻസ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. സോ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ആദ്യം ഹിറ്റായത് അയാൾ നടനായിട്ട് തന്നെയാണ് മനസ്സിലായത്, അയാൾ വോഫ് തോന്നിപ്പിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, അന്ന് ആ ക്യാമ്പ് കഴിഞ്ഞ് വിനീതായിട്ട് ഞാൻ സംസാരിച്ചപ്പം വിനീത് പറഞ്ഞു നമുക്ക് പ്രകാശിനെ കിട്ടിയടാന്ന് പറഞ്ഞു. മനസ്സിലായോ? അന്ന് എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഈ ക്യാമ്പ് കഴിഞ്ഞ് 5 പേരെ സെലക്ട് ചെയ്തു എന്ന് പറയാൻ ഞങ്ങളെ ഏതൊരു ബീച്ചിൽ രാവിലെ 6 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നിവിൻ്റെ കസിൻ ധീരജ്, ഇപ്പോൾ ആക്ടറാണ്, ധീരജ് ഡെന്നി, ധീരജ്, ശ്രാവണും ഹരിയും. ഭഗത്ത് അവിടെയാണല്ലോ, ഭഗത്തില്ല അന്ന്, ഭഗത്ത് സെറ്റാണ് പഠിക്കുക ഓൾറെഡി ഇന്നാണല്ലോ. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ മലർവാടി ആർട്സ് ക്ലബ്ബിൽ 5 പുതിയ മുഖങ്ങളുടെ വേഷം ചെയ്യുന്നു. അത് തന്നെ എനിക്കൊന്ന് 5 ദിവസത്തെ ക്യാമ്പ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 പേർക്കായിട്ട് സ്ക്രിപ്റ്റും ഈ സീൻസും ഒക്കെ വെച്ച് റിഹേഴ്സലും. വിനീത് ആ 2 ക്യാമ്പിലൂടെ നമുക്ക് ഒരു പരിചയമുണ്ടാക്കി തന്നു. ഈ ചുറ്റുപാടിൽ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്, സെറ്റിലോട്ട് പോകുന്നത്. എസ്പെഷ്യലി ലാസ്റ്റ് ഈ 5 പേരെ മാത്രം വെച്ചതിൽ മോർ ഓഫ് സിനിമ ക്ലാസ്സസ് ആയിരുന്നു വിത്ത് ക്യാമറ. അവിടെ പി സുകുമാർ സാർ, സുഖേട്ടൻ വന്നിരുന്നു, ഞങ്ങളുടെ ക്യാമറമാൻ. അപ്പം ഓരോരുത്തരായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ എനിക്കൊന്ന് ആ ഇൻഹിബിഷൻ കുറയ്ക്കാൻ നന്നായിട്ട് അത് സഹായിച്ചു. സെറ്റിൽ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം പാട്ട് വെച്ചാൽ തുടങ്ങി. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ജഗദീഷ് ശ്രീകുമാർ സാറും ഭഗത്തും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, കശ്മൽ എന്ന് പറഞ്ഞ പാട്ടാണ്. എനിക്ക് ജീപ്പിൻ്റെ പുറത്തിരുന്നാൽ മതി, ഇവർ പോകുന്നൊരു ജീപ്പിൽ നമ്മളെല്ലാം പോകുന്നത്. അങ്ങനെ പതുക്കെയാണ് നമ്മളതിലോട്ട് ഇന്നാക്കിയത്. അപ്പോൾ എനിക്കൊന്ന് അയാളത് വളരെ കോൺഷ്യസ് ആയിട്ട് ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാണെന്നും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പുള്ളി ആ സമയം സൈക്കിൾ ചെയ്തു, മകൻ്റെ അച്ഛൻ കഴിഞ്ഞു, അദ്ദേഹത്തിനും അപ്പം അറിയാം ഒരു ആക്ടറിൻ്റെ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും. അത് മനസ്സിലാക്കിയാണ് അപ്പം ഞങ്ങളെ അതിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ പറഞ്ഞത് ടേക്ക് തെറ്റുമ്പോൾ അല്ലെങ്കിൽ ആക്ഷൻ വിളിക്കുന്നതിന് മുന്നേ പേടിയുണ്ട്, സ്റ്റില്ലുണ്ട്, അതിലൊരു മാറ്റമില്ല. പക്ഷെ അല്ലാത്ത പേടികളൊക്കെ എനിക്ക് തോന്നുന്നു ബൈദൻ അയാൾ വിദഗ്ധമായി, അതാണല്ലോ ഞങ്ങൾ മെൻറ്ററാന്ന് പറയുന്നത്. ചുമ്മാ വന്ന ആക്ഷൻ കട്ടും അല്ല വിളിച്ചത്. സോ ഒരു ഗ്രേറ്റ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു അതിന് മുന്നേ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടില്ല. എന്നും കൂളായിരുന്നു നമ്മൾ. ഇത് എൻ്റെ കാൽക്കുലേഷനിൽ എനിക്ക് ഇതല്ലല്ലോ എൻ്റെ ജോലി എന്നുണ്ടല്ലോ. ജോലി പോയിരിക്കല്ലേ, അഭിനയമല്ലല്ലോ. എനിക്ക് അഭിനയത്തിലൂടെ വേറെ ജോലികളിലോട്ട് മാറാമല്ലോ. ഇത് റിലീസായി
ഈ റിസപ്ഷൻ വന്നപ്പോഴാണ് ഇത് സീരിയസ് ആയിട്ട് കാണാം എനിക്ക് തോന്നലുണ്ടായി. സോ അവിടെ നിന്നാണ് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി പലരിടത്തും പോയത്. ഈ സിനിമ റിലീസാവുന്നത് ഭയങ്കര വിജയമാവുന്നു, അതിനുശേഷം തട്ടത്തിൻ മറയത്ത് വരുന്നു, വിജയമാവുന്നു, നിങ്ങൾ ഒരുമിച്ച് വരികയാണ്. അപ്പം ഇപ്പം നിവിൻ്റെ വിജയമാണെങ്കിലും അജുവിൻ്റെ വിജയമാണെങ്കിലും ശരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു വിജയം നമ്മുടെ വിജയം പോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് യു ലൈക്ക് വെരി പോപ്പുലർ. എല്ലാവർക്കും, പ്രത്യേകിച്ച് കോളേജിൽ പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള. പിന്നെ ആ തട്ടം ഓള തട്ടൊന്നും പറ്റി എൻ്റെ സാറെ തരംഗമായിരുന്നു. തട്ടത്തിൻ മറയത്ത് എടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ നിങ്ങളാണ്. നിവിനെയും ഐഷയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇറ്റ് ഈസ് യു. ആ സിനിമ കാണുന്നതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആ സീനിൽ ആ കട്ടിലയിൽ നിങ്ങൾ തിരിയണതും പറയുന്നത് ഫോൺ എടുക്കുന്നതും ഒക്കെ എനിക്ക് അത്രയ്ക്ക് ഞാൻ വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഫോട്ടോ കാണും, ചിലരൊക്കെ ടാഗ് ചെയ്ത് അയച്ചൊന്ന് പറഞ്ഞ് കിടത്തിയതാ. ടോപ്പ് ആംഗിൾ ഷോട്ട് നോക്കുമ്പം എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർമ്മയുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒളിമ്പിക്സിന് ഓടുന്ന പോലെ കിടന്നുറങ്ങുന്ന അബ്ദു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നാച്ചുറലി ഞാനങ്ങനെ ടോപ്പ് ആംഗിൾ ജോമോൻ വെച്ച് കഴിഞ്ഞപ്പം അത് കൈ ഇങ്ങനെ വെച്ചു, കൈ ഇച്ചിരി കൂടെ പൊക്കി വെക്ക് എന്ന് പറഞ്ഞു. അത് ഡിസൈൻ ഷോട്ടാണ്. അതിന് ബാഗ് DK ബോസിൻ്റെ BGM റിംഗ് ടോൺ സ്ക്രിപ്റ്റഡുണ്ട്. പക്ഷെ അത്രയും പുള്ളി കണ്ടു ഈ സാധനം. ഇത്രയും ഫുൾ മ്യൂസിക്കലി ഡ്രിവൺ ആയിരുന്നു മലർവാടിയും തട്ടവും. ഇൻഫാക്ട് എല്ലാ സിനിമയും BS ൻ്റെ അങ്ങനെ.